ഹായ് വെൽക്കം ബാക്ക് ടു അബിസുഷൻ. നമ്മൾ സാധാരണ പല സ്ഥലത്തും യാത്ര പോകാറുണ്ട് അല്ലെ? യാത്ര പോകുന്ന സമയത്ത് മാത്രമല്ല, നമ്മൾ മറ്റുള്ളവർ വിളിക്കുന്ന സമയത്ത് ചില സമയത്ത് നമ്മുടെ ഫോണിൽ റേഞ്ച് ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ നമ്മുടെ ഫോണിന്റെ ഉള്ളിലുണ്ട്. പലർക്കും അത് അറിയില്ല. അത് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും നമുക്ക് റേഞ്ച് ഇല്ലാത്ത സമയത്താണെങ്കിൽ പോലും, അല്ലെങ്കിൽ നമ്മുടെ നെറ്റ് തീർന്നു കഴിഞ്ഞാൽ പോലും നമുക്ക് മറ്റുള്ളവരെ കോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. അങ്ങനെയുള്ള ഒരു ഓപ്ഷനാണ് പറയുന്നത്. അതിനു മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടടുത്ത് കാണുന്ന ലൈക്ക് ബട്ടണും എല്ലാ ഫ്രണ്ട്സിലേക്കും ഒരു അടിപൊളി ഇൻഫർമേഷൻ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്ത ശേഷം ഞാൻ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഓപ്ഷൻ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അതായത് നമ്മൾ സാധാരണ നമ്മുടെ ഫോണിൽ നമ്മൾ ആരെങ്കിലും കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡയലോഗ് പാഡിൽ നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ കോൾ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ വാട്സ്ആപ്പ് കോൾ ചെയ്യാറുണ്ട്. ഇതിനൊക്കെ നമുക്ക് നെറ്റ് അല്ലെങ്കിൽ നമുക്ക് മൊബൈൽ റീചാർജ് കാര്യങ്ങളൊക്കെ വേണ്ടതുണ്ട്. പക്ഷെ ചില സമയങ്ങളിൽ നമുക്ക് ഇതൊന്നും ഇല്ലാത്തൊരു അവസ്ഥ വരാറുണ്ട്, നെറ്റൊക്കെ തീർന്നു പോകുന്ന ഒരു അവസ്ഥയൊക്കെ. അപ്പൊ അതിന് നമുക്ക് അടിപൊളി ഒരു ഓപ്ഷനാണ് പറഞ്ഞിരുന്നത്. അതായത് നമ്മൾ സെറ്റിംഗ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിംഗ്സിൽ നമുക്ക് വൈഫൈ ഇവിടെ കാണുന്നുണ്ട് അല്ലേ? ഇപ്പൊ അതേ വൈഫൈനെ കുറിച്ചുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ പറയുന്നത്. വളരെ യൂസ്ഫുൾ ആണ്. നമ്മൾ ഈ സെർച്ച് ഓപ്ഷനിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മളൊന്ന് സിം ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് സിം ഒന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ എത്ര സിം ആണുള്ളത് നമുക്ക് രണ്ടും ഇവിടെ കാണുമല്ലോ അല്ലെ? എന്റെ ഒരൊറ്റ സിം മാത്രമേ ഞാൻ ഇൻസേർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ജസ്റ്റ് ഒന്ന് അതിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിം 1 സിം 2 എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഏതാണോ സിം നമ്മൾ ഇട്ടിരിക്കുന്നത് ആ ഒരു ലിസ്റ്റ് ഇവിടെ കാണും. എന്റെ സിമ്മിന്റെ നമ്പർ ഇവിടെ താഴെ കാണിക്കുന്നുണ്ട്. അത് നമ്മൾ മുകളിൽ എനേബിൾ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഡിസേബിൾ ഒരിക്കലും കൊടുക്കരുത്. മുകളിലുള്ളത് അത് സിം അല്ല നമ്മൾ ചെയ്യേണ്ടത്. അതിന്റെ താഴെയുള്ള വൈഫൈ കോളിംഗ് എന്ന് പറയുന്നത് ഓഫ് ആയിട്ടാണ് കിടക്കുന്നത്. അതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. വൈഫൈ കോളിംഗ് എനേബിൾ ചെയ്യാം. നമുക്ക് വൈഫൈ കോളിംഗ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടല്ലേ വൈഫൈ കോളിംഗ് തൊട്ട് താഴെ വൈഫൈ കോളിംഗ് കണ്ടില്ലേ പ്രിഫറൻസസ് വരുന്നുണ്ട്. അത് തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും അറിയാത്ത സ്ഥലങ്ങളിലൊക്കെ പോയി നെറ്റ് ഇല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ആരുടെയെങ്കിലും ഒരു വൈഫൈ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നെറ്റ് കോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇവിടെ അത് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് വേണ്ടത്, വൈഫൈ കോളിംഗ് പ്രിഫേർഡ് അല്ലെങ്കിൽ മൊബൈൽ കോളിംഗ് പ്രിഫേർഡ് കാണിക്കുന്നുണ്ട്.